Hello, welcome to Madia classes. ഇക്കായി ദോ പരിശ്രമിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള യ ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിതയാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. യ ധർത്തി ഹെ ഉസ് കിസാൻ കി. യ ധർത്തി ഈ ഭൂമി, ഉസ് കിസാൻ കി ആ കർഷകന്റെ. അപ്പൊ ഈ കവിതയുടെ ഹെഡിങ് ആണ് ഈ ധർത്തി അല്ലെങ്കിൽ ഈ ഭൂമി ആ കർഷകന്റേതാണ്. ഇത് എഴുതിയിരിക്കുന്നത് കേദാർനാഥ് അഗ്രവാൾ ആണ്. നമുക്ക് ഈ കവിത ഒന്ന് വായിച്ചു നോക്കാം. യह धरती है उस किसान की जो बैलों के कंधों पर बरसात गांव में जुआ भाग्य का रख देता है. गूंज चाटती हुई वायु में पाइनी कुसी खेत के भीतर दूर कलेजे तक ले जाकर जोत डालता है मिट्टी को. നിങ്ങൾക്ക് മലയാള ചാപ്റ്റേഴ്സിലൊക്കെ വലിയ വലിയ കവിതകൾ ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോ ചില കവിതകൾക്ക് ഡയറക്റ്റ് മീനിങ് ഉണ്ടാവും, ചില കവിതകൾക്ക് നമ്മൾ ആ വരികൾക്കിടയിൽ നിന്ന് വായിക്കേണ്ടി വരും. അതുപോലെയുള്ള ഒരു കവിതയാണ് ഇത്. ഡയറക്റ്റ് ആയിട്ട് പറയുന്ന വരികളുമുണ്ട്, ചിലതൊക്കെ നമ്മൾ ആ വരികൾക്കിടയിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതായിട്ടുമുണ്ട്. നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. യ ധർത്തി ഹെ ഉസ് കിസാൻ കി. തലക്കെട്ട് പറഞ്ഞതുപോലെ തന്നെ ഈ ഭൂമി ആ കർഷകന്റെയാണ്. ഏത് കർഷകന്റെയാണ്? ഇനി ആ കർഷകനെ പറ്റിയാണ് പറയുന്നത്. ജോ. ഇപ്പൊ ഇവിടെ ഈ ജോ എന്ന വാക്ക് ആ കർഷകൻ ഏത് കർഷകനാണ് എന്ന് കാണിക്കാനാണ്. അപ്പൊ കർഷകന്റെ കാര്യങ്ങളാണ് ബാക്കി വരികളിൽ തന്നിരിക്കുന്നത്. യ ധർത്തി ഹെ ഉസ് കിസാൻ കി ജോ बैलों के कंधों पर बरसात घाम में. ബൈലോം. ബൈലോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളകള്. കൃഷിക്കാരന്റെ കൂടെ നിലമുഴുകാനൊക്കെ വേണ്ടി കാളകൾ ഉണ്ടാവും അല്ലേ? ബൈൽ എന്നാൽ കാളയാണ്, ബൈലോം കാളകൾ. ബൈലോം കെ കന്തോം പർ. കന്ത എന്ന് പറഞ്ഞാൽ കഴുത്താണ്. അപ്പോ കാളകളുടെ തോളുകളിൽ അല്ലെങ്കിൽ കഴുത്തില് ബർസാത്ത് ഘാമേ. ബർസാത്ത് എന്ന് പറഞ്ഞ മഴ, ഘാം എന്ന് പറഞ്ഞ വെയില്. ഇപ്പൊ കർഷകന് മഴയോ വെയിലോ എന്നൊന്നും ഇല്ല അല്ലെ? അദ്ദേഹം ഏത് കാലാവസ്ഥയിലും പണിയെടുക്കും. അപ്പോ കനത്ത മഴയിലും കൊടും ചൂടിലും ഒക്കെ ജുവാ ഭാഗ്യക രഖ് ദേത്താ ഹേ. ജുവാ എന്ന് പറഞ്ഞാൽ കാളകളെ ഉഴുകാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി കലപ്പകൾ ഉപയോഗിക്കും. നിങ്ങൾക്ക് കലപ്പ എന്താണെന്ന് അറിയാമോ? അപ്പൊ കലപ്പ കാളയുടെ മുകളിൽ ഘടിപ്പിക്കുന്നത് ഒരു നുകത്തിന്റെ മേലാണ്. അതിന്റെ ചിത്രം കാണിച്ചു തരാം. ഇതൊരു കാളയാണ്. ആ കാളയുടെ മേലെ ഈ വലിയ കലപ്പ, ഈ കലപ്പ ഘടിപ്പിച്ചിട്ട് ഇതിന്റെ മുകളില് ഇവിടെ നല്ല ബ്ലേഡ് പോലെ അല്ലെ കത്തി പോലെ മൂർച്ചയുള്ള ഒരു ഭാഗം ഉണ്ടാവും. അപ്പൊ കാള മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് ഈ കലപ്പ ശക്തിയായിട്ട് മണ്ണിലൂടെ പോയി മണ്ണിനെ ഉഴുതുമറിക്കുകയാണ് ചെയ്യുന്നത്. ഈ കലപ്പ കാളയുടെ മുകളിൽ കെട്ടുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ഒരു പോർഷൻ, ഇതിന് മലയാളത്തിൽ നുകം എന്ന് പറയും. ഇതാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്ന ജുവാ. അപ്പൊ ഇവിടെ ജുവാ ഭാഗ്യക രഖ് ദേത്താ ഹേ. ഭാഗ്യത്തിന്റെ നുകം എന്നാണ്. അതായത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഹാർഡ് വർക്കും അദ്ദേഹത്തിന്റെ അധ്വാനവും ഒക്കെ ഒരു ഭാഗ്യ പരീക്ഷണം പോലെ ഈ കാളകളുടെ മേൽ വെച്ച് അധ്വാനിക്കുകയാണ്. അപ്പോ കൃഷി നന്നായി വന്നു കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും. കൃഷി മോശമായി പോയി കഴിഞ്ഞാലോ അദ്ദേഹത്തിന് ഒന്നും കിട്ടൂല. അപ്പൊ ഒരു ഭാഗ്യ പരീക്ഷണം പോലെയാണ് ഒരു കർഷകൻ എപ്പോഴും ജോലി ചെയ്യുന്നത്. ജോ ബൈലോം കെ കന്തോം പർ ബർസാത് ഗാം മേ ജുവാ ഭാഗ്യക രഖ് ദേത്താ ഹേ. രഖ് ദേത്താ എന്ന് പറഞ്ഞാൽ വെക്കുക. അടുത്തത് ഖൂൻ ചാട്ടി ഹുയി വായുമേ. ഖൂൻ ചാട്ടി ഹുയി എന്ന് പറഞ്ഞാൽ നമ്മളെ രക്തമൊക്കെ ഉണങ്ങിപ്പോകുന്നത് പോലെയുള്ള വായു. വായു എന്ന് പറഞ്ഞ കാറ്റാണ്. രക്തം വറ്റിപ്പോകുന്നത് പോലെയുള്ള വായുവാണെങ്കിലും അതിലും പൈനി കുസി, മൂർച്ചയേറിയ കുസി. കുസി നേരത്തെ നമ്മൾ കലപ്പ കണ്ടു അല്ലെ? കലപ്പയുടെ ആ അഗ്രഭാഗത്ത് മൂർച്ചയേറിയത് നമ്മൾ കണ്ടില്ലേ? അതിനാണ് കുസി എന്ന് പറയുന്നത്. അപ്പൊ പൈനി കുസി
ഖേദ് കെ ഭീത്തർ. ഖേദ് എന്ന് പറഞ്ഞാൽ കൃഷിയിടം, ആ വയല്, അതിന്റെ ഭീത്തർ ഉള്ളിൽ, ദൂർ കലേജേത്ത ലേജാക്കർ. ദൂർ കലേജെ നെഞ്ചിലേക്ക് ഇറക്കുക എന്നൊക്കെയാണ് ഈ വരിയുടെ അർത്ഥം. അപ്പൊ ഭൂമിക്കടിയിലേക്ക്, ഭൂമിയിൽ നല്ല ആഴത്തിൽ അമർത്തി പിടിച്ച് ഈ ഒരു കലപ്പ നന്നായിട്ട് ഭൂമിയിലേക്ക് ഇറക്കി അതുകൊണ്ട് ഉഴുതുമറിക്കുകയാണ്. ജോത് ഡാൽത്താ ഹെ മിട്ടിക്കോ. ജോത് ഡാൽത്ത എന്ന് പറഞ്ഞ ഉഴുതുമറിക്കുക. മിട്ടിക്കോ മണ്ണിനെ. കൃഷിക്കാരനെ പറ്റി എന്താ പറഞ്ഞത്? വെയിലെന്നോ മഴയെന്നോ നോക്കാതെ അദ്ദേഹത്തിന്റെ മുഴുവൻ അധ്വാനവും ഒരു ഭാഗ്യ പരീക്ഷണം എന്നോണം കാളയുടെ കഴുത്തിലെ നുകത്ത് കെട്ടി അധ്വാനിക്കുകയാണ് അദ്ദേഹം. എന്നിട്ടോ നല്ല മൂർച്ചയുള്ള ഈ കലപ്പ കൊണ്ട് ഭൂമി ഉഴുതുമറിക്കും. അതിനുശേഷം പാസ് ഡാൽക്കർ ഓർ ബീജ് ഫിർ ബോ ദേത്താ ഹേ. പാസ് എന്ന് പറഞ്ഞാൽ വളം. വളമിട്ടിട്ട്, ഭൂമിയില് കൃഷി ചെയ്യണമെങ്കിൽ അതിൽ വളമിടണം അല്ലേ? ഓർ ബീജ്, ബീജ് എന്ന് പറഞ്ഞാൽ വിത്താണ്. ഫിർ ബോ ദേത്താ ഹേ. ഫിർ അതിനുശേഷം, ബോ ദേത്താ ഹേ വിതയ്ക്കുക അല്ലെങ്കിൽ വിത്തിടുക, നടുക എന്നൊക്കെയാണ് അതിനർത്ഥം. നയേ വർഷ മേ നയി ഫസൽ കെ ढेर अन्न का लग जाता है. നയേ വർഷം എന്ന് പറഞ്ഞാൽ പുതിയ വർഷം. ഫസൽ, ഫസൽ എന്ന് പറഞ്ഞാൽ വിളവ്, കൃഷി ചെയ്ത് കിട്ടുന്ന വിളവ്. പുതിയ വർഷത്തിൽ പുതിയ വിളവിന്റെ ढेर अन्न का, അന്ന് അന്നം ആഹാരം എന്നൊക്കെ പറയില്ലേ, ധാന്യങ്ങള്. അപ്പൊ ढेर എന്ന് പറഞ്ഞ അന്നത്തിന്റെ അല്ലെങ്കിൽ ധാന്യത്തിന്റെ കൂമ്പാരം, ലഗ് ജാത്താ ഹേ ഇങ്ങനെ കഠിനമായി അധ്വാനിച്ച് ഓരോ വർഷവും ധാന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് അദ്ദേഹം മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ ഈ ഭൂമി ആ കർഷകന്റെയാണ്. ഭൂമിയിൽ ഇങ്ങനെ അധ്വാനിച്ച് ഭൂമിയിൽ നിന്നും ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന ആ കർഷകന്റെയാണ് ഈ ഭൂമി. നഹി രാവ് കി നഹി രംഗ് കി. നഹി രാവ് കി, രാവ് എന്ന് പറഞ്ഞ രാജാവാണ്. രംഗ് എന്ന് പറഞ്ഞ ദരിദ്രൻ അല്ലെങ്കിൽ യാചകൻ. അപ്പൊ രാജാവിന്റെയോ ദരിദ്രന്റെയോ ഒന്നുമല്ല ഈ ഭൂമി. നഹി കിസി കി നഹി കിസി കി, വേറെ ആരുടെയും അല്ല, വേറെ ആരുടെയും അല്ല. ധർത്തി ഹേ കേവൽ കിസാൻ കി. ഈ ഭൂമി, ധർത്തി ഹേ ഭൂമി, കേവൽ മാത്രമാണ്. ആരുടെ? കിസാൻ കി കർഷകന്റെ. ഈ ഭൂമി രാജാവിന്റെയുമല്ല ദരിദ്രന്റെയുമല്ല. ഭൂമിയിൽ പണിയെടുത്ത് ധാന്യങ്ങൾ വിളവെടുക്കുന്ന ആ കർഷകന്റെയാണ് ഈ ഭൂമി. यह धरती है उस किसान की जो मिट्टी का पूर्ण पारगी. അപ്പൊ ഈ ഒരു ഭൂമി ആ കർഷകന്റെയാണ്. ജോ മിട്ടിക്ക പൂർണ്ണ പാരഗി. പൂർണ്ണ പാരഗി എന്ന് പറഞ്ഞാൽ ആ ഭൂമിയെ നന്നായി അറിയുന്ന ആള്, ആ ഭൂമിയെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന ആള്, അതിന്റെ ഗുണം പൂർണ്ണമായിട്ട് തിരിച്ചറിയുന്ന ആള്. ജോ മിട്ടിക്ക് സംഗ് സാഥി. ജോ ആ കർഷകൻ, മിട്ടിക്ക് സംഗ് ഭൂമിയുടെ കൂടെ അല്ലെങ്കിൽ മണ്ണിന്റെ കൂടെ, സാത്ത് അതിന്റെ ഫ്രണ്ട് പോലെ, അതിന്റെ സഹോദരനെ പോലെ, അതിന്റെ കൂടെ, തബ്കർ, തബ്കർ എന്ന് പറഞ്ഞാൽ മണ്ണ് ചൂടാവുമ്പോ കർഷകനും ചൂടാവും. ഗൽക്കർ, ഗൽക്കർ എന്ന് പറഞ്ഞാൽ അതിൽ കുതിർന്നു ചേരുക അല്ലെങ്കിൽ അതിൽ അലിഞ്ഞു ചേരുക. പൂർണ്ണമായും ആ മണ്ണിന്റെ കൂടെ, അതിന്റെ കൂടെ ഉരുകിച്ചേർന്ന് അതിന്റെ കൂടെ അലിഞ്ഞു ചേർന്ന്. മർക്കർ മരിച്ച്, അതായത് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന് നമ്മള് മരിച്ച് പണിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടുത്തെ അർത്ഥം. മർക്കർ എന്ന് പറഞ്ഞാൽ മരിച്ച് അധ്വാനിക്കുക, വളരെയധികം അധ്വാനിക്കുന്നതിനാണ് പറയാ. ഖപാ രഹാ ഹേ ജീവൻ അപ്ന. ജീവിതം മുഴുവൻ അതില് ഹോമിക്കുന്ന ആ ഒരു കർഷകന്റെയാണ് ഈ ഭൂമി. ദേഖ് രഹാ ഹേ മിട്ടി മേ സോനെ കാ സപ്ന. ദേഖ് രഹാ ഹേ എന്ന് പറഞ്ഞാൽ കാണുക. മിട്ടി മേ ഈ മണ്ണില്, സോനെ കാ സപ്ന സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്ന ആളാണ് ആ കർഷകൻ.
അപ്പൊ സ്വർണം മണ്ണിൽ കുഴിച്ചു കഴിഞ്ഞാൽ സ്വർണം കിട്ടുക എന്നാണോ? അല്ല. നല്ല വിളവെടുത്ത് നല്ല പൈസ കിട്ടുന്ന നല്ല ആദായം കിട്ടുന്ന കാര്യത്തിന് നമ്മൾ മണ്ണിൽ പൊന്ന് വിളയിക്കുക എന്നൊക്കെ പറയും. അപ്പൊ അതാണ്. അപ്പൊ മണ്ണിൽ പൊന്ന് വിളയിക്കുന്ന സ്വപ്നം കാണുന്ന ആളാണ് കർഷകൻ. മിട്ടിക്ക് മഹിമ ഗാത്താ ഹേ. അദ്ദേഹം എപ്പോഴും മണ്ണിന്റെ മഹിമയാണ് പാടുന്നത്. മിട്ടിക്ക് ഹി അന്തസ്ഥൽ മേ അപ്നെ തൻ കി ഖാദ് മിലാക്കർ. ഇപ്പൊ മിട്ടിക്ക് ഹി അന്തസ്ഥൽ മേ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അന്തസ്ഥൽ ഉള്ളില് അപ്നെ തൻ കി തന്റെ ശരീരത്തിന്റെ ഖാദ് മിലാക്കർ വളം ഉൾപ്പെടുത്തി, അതായത് തന്റെ ശരീരത്തിലെ വിയർപ്പും എല്ലാ കാര്യങ്ങളും ആ മണ്ണിൽ അധ്വാനിക്കാൻ വേണ്ടി നൽകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. മിട്ടിക്കോ ജീവിത് രക്താ ഹേ. മണ്ണിനെ എപ്പോഴും ജീവനുള്ളതാക്കി വെക്കുന്നു. തരിശായ ഭൂമിയാക്കി വെറുതെ കിടക്കാതെ ആ ഭൂമിയിൽ അധ്വാനിച്ച് അതിലെ വിളവെടുത്ത് എപ്പോഴും ഭൂമിയെ ജീവനുള്ളതാക്കി വെക്കും. ജീവിത് രക്താ ഹേ. രക്ത എന്ന് പറഞ്ഞ വെക്കുക. ഖുദ് ജീതാ ഹേ. അതിന്റെ കൂടെ ഖുദ് സ്വയം ജീവിക്കുന്നു. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി. ഈ ഭൂമി ആ ഒരു കർഷകന്റെയാണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഈ ഭൂമി കർഷകന് അവകാശപ്പെട്ടതാണ് എന്നാണ് കവി ഈ കവിതയിലൂടെ പറയുന്നത്. കർഷകൻ എങ്ങനെയാണ് മണ്ണിനോട് നീതി പുലർത്തുന്നതെന്നും എങ്ങനെയാണ് അവർ മണ്ണിനെ പാടിപ്പുകഴ്ത്തുന്നതെന്നും മണ്ണിൽ എങ്ങനെയാണ് അധ്വാനിക്കുന്നതെന്നും ഒക്കെയാണ് ഈ കവിതയിൽ പറയുന്നത്. ढेरों अन्न उपजाने के लिए किसान को किन किन का सामना करना पड़ता. ഈ ഒരു ധാന്യങ്ങളുടെ കൂമ്പാരം ഉണ്ടാക്കാൻ വേണ്ടി ഈ കർഷകന് എന്തൊക്കെ കാര്യങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത്, എന്തിനെയൊക്കെ പൊരുതി തോൽപ്പിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ കർഷകൻ എന്തൊക്കെ കാര്യത്തിലാ ജോലി ചെയ്യുന്നത്? നല്ല വെയിലത്തും മഴയത്തും അതുപോലെ ശക്തമായിട്ടുള്ള കാറ്റിലും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നത്, അല്ലേ? അപ്പൊ നമ്മളിപ്പോ കവിത വായിച്ച് അതിന്റെ മൊത്തത്തിലുള്ള അർത്ഥമൊക്കെ മനസ്സിലാക്കി. ഇനി നിങ്ങൾ ഓരോരുത്തരും ഈ കവിത വായിച്ചു നോക്കണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും വേർഡ്സിന്റെ അർത്ഥത്തിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ വാക്കുകളുടെ അർത്ഥമൊക്കെ നോക്കാം. ധർത്തി ഭൂമി അല്ലെങ്കിൽ മണ്ണ്. കിസാൻ കർഷകൻ കൃഷിക്കാരൻ. ബൈൽ കാള, ബൈലോ എന്ന് പറഞ്ഞ കാളകൾ. കന്ദ തോൾ. ബർസാത് മഴ. ഖാം വെയിൽ. ജുവ കാളകളുടെ കഴുത്തിൽ വെക്കുന്ന ആ തടിയാണ്, അത് നുകം എന്ന് പറയും, അതാണ് ജുവ. ഭാഗ്യ എന്ന് പറഞ്ഞ ഭാഗ്യം. വായു കാറ്റ്. പൈനി മൂർച്ചയുള്ള. കുസി കൊഴു എന്നാണ് പറയാ. കലപ്പയുടെ മൂർച്ചയുള്ള ഇരുമ്പ് ഭാഗം നമ്മൾ ചിത്രത്തിൽ കണ്ടില്ലേ? ഖേദ് വയൽ അല്ലെ കൃഷിയിടം. കലേജ നെഞ്ച്, ഭൂമിയുടെ ആഴം വരെ. മിട്ടി മണ്ണ്. പാൻസ് എന്ന് പറഞ്ഞ വളം. ബീജ് വിത്ത്. ബോന വിതറുക നടുക എന്നൊക്കെയാണ് അർത്ഥം. ഫസൽ വിളവ്. കൊയ്ത്ത്. ഠേർ കൂമ്പാരം. അന്ന ധാന്യം ആഹാരം. രാവ് രാജാവ്. രംഗ് ദരിദ്രൻ. പൂർണ്ണ എന്ന് പറഞ്ഞ പൂർണ്ണമായി. പാരഖി ഗുണം തിരിച്ചറിയുന്ന ആൾ. സംഗ് ഒപ്പം കൂടെ. തബ്കർ കടുത്ത ചൂടേറ്റ് വെന്തുരുക, അതാണ് തബ്കർ. ഗൽക്കർ അലിഞ്ഞ് അല്ലെ കുതിർന്ന് ഒക്കെ അതിനോട് ചേരുന്നതിനാണ് ഗൽക്കർ എന്ന് പറയുന്നത്. മർക്കർ മരിച്ച് കഠിനമായിട്ട് അധ്വാനിച്ച്. ഖപാന ഹോമിക്കുക തീർക്കുക. സോന സ്വർണം. സപ്ന സ്വപ്നം. മഹിമ മഹിമ മഹത്വം. ഗാഥ പാടുന്നു. അന്തസ്ഥൽ ആഴം മണ്ണിന്റെ ഉൾഭാഗം. തൻ ശരീരം. ഖാദ് വളം. ജീവിത് ജീവനുള്ളത്. ഖുദ് സ്വയം. ജീത ജീവിക്കുന്നു. ഇനി ഏതെങ്കിലും അർത്ഥം നിങ്ങൾക്ക് ഈ പറയുന്നതിനിടയിൽ കിട്ടിയിട്ടില്ലെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക, ഏതാണ് ആ വാക്ക് എന്ന് നോക്കുക, മലയാളത്തിൽ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കുക.
നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് ഒന്ന് പോകാം. खेती से संबंध रखने वाले शब्द कविता से पहचान कर लिखे. ഈ കവിതയില് കൃഷിയെ സംബന്ധിച്ചുള്ള കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ജുവ എന്ന് പറഞ്ഞ നുകം, ബീജ് എന്ന് പറഞ്ഞ വിത്തുകൾ, അല്ലെ? ഇതുപോലെ ഇനിയും വാക്കുകളുണ്ട്. അത് നിങ്ങളോട് കണ്ടുപിടിച്ച് എഴുതാനാണ് പറയുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് അർത്ഥം മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഓരോ പ്രാവശ്യം വീണ്ടും അതിന്റെ അർത്ഥവും കൂടി തന്നിട്ടുണ്ട്. കിസാൻ, ബൈലോ, ജുവ, ജുവ ഓൾറെഡി ഇവിടെ ഉണ്ട്, കുസി, ഖേത്, ജോത്, മിട്ടി, പാസ്, ബീജ്, ബോന, ഫസൽ, അന്ന, ഇതൊക്കെ കൃഷിയുമായിട്ട് സംബന്ധിച്ച വാക്കുകളാണ്. ഇനിയും വാക്കുകൾ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. किसान अपनी जिंदगी कैसे व्यतीत करता है, കവിത കെ ആധാർ പർ പൂർത്തി കരെ. കിസാന്റെ ജീവിതം, കിസാൻ എങ്ങനെയൊക്കെയാണ് ആ ഒരു ജോലി ചെയ്യുന്നത്, കിസാൻ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വന്തം ജീവിതത്തിൽ പാലിക്കുന്നത്. ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. കിസാൻ സെന്ററിലുണ്ട്, ഇതൊരു സൂചിയാണ്. കിസാൻ വർഷ ഓർ ധൂപ് മേ കാം കർത്താ ഹേ, മഴയത്തും വെയിലത്തും ഒക്കെ ജോലി ചെയ്യും എന്നാണിത്. അതുപോലെ കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹേ, മിട്ടി കാ മർമ്മ, അതിന്റെ മിട്ടിയുടെ മണ്ണിന്റെ മർമ്മം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ മണ്ണിനെ പറ്റി എല്ലാ കാര്യങ്ങളും കർഷകന് അറിയാം എന്നൊരു വരിയില്ലേ? അപ്പൊ അതിന്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ കിസാൻ ബൈലോം കെ കന്തോം പർ ജുവാ രക്താ ഹേ, കാളകളുടെ കഴുത്തില് നുകം വെക്കാറുണ്ട്. പിന്നെയോ किसान कड़ी धूप और तेज हवा में भी काम करता है, കഠിനമായ വെയിലിലും ശക്തമായ കാറ്റിലും അദ്ദേഹം ജോലി ചെയ്യും. കിസാൻ മിട്ടി മേ സോനെ കാ സപ്ന ദേഖ്താ ഹേ, മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന സ്വപ്നം കാണാറുണ്ട്. കിസാൻ മിട്ടി കെ സാത്ത് തബ്കർ ഓർ ഗൽകർ കാം കർത്താ ഹേ, മണ്ണിന്റെ കൂടെ ഉരുകിയും അതിൽ അലിഞ്ഞു ചേർന്നും അദ്ദേഹം ജോലി ചെയ്യാറുണ്ട്. കിസാൻ ഖേത്ത് മേ പാൻസ് ഡാൽക്കർ ബീജ് ബോത്താ ഹേ, കർഷകൻ മണ്ണിൽ വളമിട്ടിട്ട് അതില് വിത്ത് നടാറുണ്ട്. കിസാൻ ഖേത് കെ ഭീത്തർ, കിസാൻ കൃഷിസ്ഥലത്തിന്റെ ഉള്ളില് കുസി സെ മിട്ടി ജോത്താ ഹേ, കലപ്പ ഉപയോഗിച്ചിട്ട് മണ്ണ് ഉഴുതു മറിക്കാറുണ്ട്. കവിത സെ നിമ്നലിഖിത് ആശയ വാലി പങ്ക്തിയാം ചുൻകർ ലിഖേ, കവിതയിലുള്ള വരികളുടെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ കവിതയിലെ ഏത് വരിയാണ് ഈ അർത്ഥമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്ന് കണ്ടുപിടിച്ച് എഴുതണം. കിസാൻ അപ്നി ജിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹേ, കർഷകൻ സ്വന്തം ജീവിതം തന്നെ കൊടുത്തിട്ടാണ് മണ്ണില് പൊന്നു വിളയിക്കുന്ന സ്വപ്നം കാണാറുള്ളത്. ഏതാണ് ആ വരി? खपा रहा है जीवन अपना, देख रहा है मिट्टी में सोने का सपना. അടുത്തത് किसान कड़ी मेहनत से खेत को सदा उर्वर बनाता है और स्वयं जीवित रखता है. അപ്പൊ കർഷകൻ സ്വന്തം ജീവിതം കൊടുത്ത് മണ്ണിനെയും ജീവനുള്ളതാക്കി മാറ്റുന്നു. मिट्टी के ही अंधस्थल में अपने तन की खाद मिलाकर मिट्टी को जीवित रखता है, खुद जीता है. पढ़े, समझे और लिखे. इन प्रयोगों पर ध्यान दे. जाकर, गर्ज कर, तब कर, बरसा कर, डूब कर, मर कर. ഈ വാക്കുകളുടെ ഒക്കെ അവസാനം കോമൺ ആയിട്ടുള്ളത് എന്താണ്? കർ അല്ലെ? കർന, കരോ, കരേ എന്നൊക്കെ പറഞ്ഞ ചെയ്യുക, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനാണ് കർന എന്ന് പറയാം. അപ്പൊ നമ്മള് പോയിട്ട്, വന്നിട്ട് എന്നൊക്കെ മലയാളത്തിൽ പറയില്ലേ? അതുപോലെയാണ് ജാക്കർ പോയിട്ട്, ആക്കർ വന്നിട്ട്, പിന്നെ ഇത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട്. ഇവിടെ ഗർജ്കർ എന്ന് പറഞ്ഞാൽ ഗർജിച്ചിട്ട്, തബ്കർ അത് വെന്തുരുകിയിട്ട്, ബർസാക്കർ മഴ പോലെ പെയ്തിട്ട്,
ഡൂബ് കർ മുങ്ങിയിട്ട്, മർക്കർ മരിച്ചിട്ട് എന്നാണ് ഇങ്ങനെയുള്ള വാക്കുകളുടെ അർത്ഥം വരുന്നത്. ऊपर दिए गए शब्दों से नए वाक्य बनाकर लिखे. അപ്പൊ ഈ വാക്കുകളൊക്കെ ഉപയോഗിച്ച് വാക്യത്തിൽ പ്രയോഗിക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. മേ മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹൂം. ഞാൻ മൈതാനത്തിൽ ചെന്നിട്ട് കളിക്കാറുണ്ട്. ഇതുപോലെയുള്ള വാക്കുകൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്കിവിടെ ഓരോ എക്സാമ്പിൾസ് ആയിട്ട് നോക്കാം. ബാദൽ ഗർജ് കർ ബരസ്തേ ഹേ. മേഘങ്ങള് ഗർജിച്ചുകൊണ്ട്, ഇടി വെട്ടിക്കൊണ്ടാണ് മഴ പെയ്യുന്നതല്ലേ? ഗർജ് കർ. ബച്ച മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹേ. ഇവിടെ തന്നിരിക്കുന്ന ഇതേ സെന്റൻസിന് നമ്മളൊന്ന് മാറ്റി എഴുതിയതാണ്. അപ്പൊ ഇവിടെ മേ മൈദാൻ മേ, ഞാൻ മൈതാനത്തിൽ പോയി കളിക്കും എന്നാണ്. അപ്പൊ ഇവിടെയോ ബച്ച കുട്ടി, മൈദാൻ മേ ജാക്കർ ഖേൽത്താ ഹേ, മൈതാനത്തിൽ പോയി കളിക്കുന്നു. അപ്പൊ ഇവിടെ ജാക്കർ. ഇനി നദി കെ പാനി മേ ഡൂബ് കർ. ഡൂബ്ന എന്ന് പറഞ്ഞാൽ മുങ്ങുക. ഡൂബ് കർ മത് ഖേലോ. നദിയിലെ വെള്ളത്തിലൊന്നും മുങ്ങി കളിക്കാൻ പാടില്ല, അപകടമാണ്. കിസാൻ തബ് കർ. കിസാൻ ഉരുകി ഖേത് മേ കാം കർത്താ ഹേ. തബ് കർ. സൈനിക് മർക്കർ ദേശ് കി രക്ഷ കർത്താ ഹേ. അവര് മർക്കർ, ശരിക്കും ലിറ്ററലി മരിച്ചിട്ട് എന്ന് തന്നെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പക്ഷെ നേരത്തെ നമ്മള് മർക്കർ, കഠിനമായി അധ്വാനിക്കുന്നതിനും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇതിന്റെ മലയാള അർത്ഥം കൂടി ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും റെഫർ ചെയ്യുന്ന സമയത്ത് നോക്കാൻ വേണ്ടി. അപ്പൊ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ചെയ്യാം. കവിതാക്കി ആസ്വാദൻ ടിപ്പണി ലിഖേ. കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് അല്ലെ, കവിതയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എഴുതുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. ഈ കവിതയെ പറ്റി മലയാളത്തിൽ ഓരോ ലൈൻസ് ആയിട്ട് എഴുതിയിട്ട് അത് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. കവിതാക്കി ആസ്വാദൻ ടിപ്പണി. അപ്പൊ ഇതേ കാര്യം ഞാൻ ഇവിടെ മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ഈ കവിത കിസാൻ കെ ജീവൻ കെ ബാരേ മേ ഹേ. ഈ കവിത കർഷകന്റെ ജീവിതത്തെ പറ്റിയുള്ള ഒരു കവിതയാണ്. കിസാൻ ധൂപ് ഓർ ബാരിഷ് മേ മേഹനത് കർത്താ ഹേ. മഴയത്തും വെയിലത്തും ഒക്കെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്ന ആളാണ് കർഷകൻ. വഹ് ഖേത് മേ ബീജ് ബോത്താ ഹേ ഓർ ഫസൽ ഉഗാത്താ ഹേ. അവര് കൃഷിയിടത്തില് വിത്ത് വിതയ്ക്കുകയും വിളവെടുക്കുകയും ചെയ്യുന്ന ആളുകളാണ്. കിസാൻ മിട്ടി സെ ബഹുത് പ്യാർ കർത്താ ഹേ. കിസാൻ ഭൂമിയെ, മണ്ണിനെ വളരെയധികം സ്നേഹിക്കുന്നു. കവിതാമേ കിസാൻ കി മെഹനത് ഓർ ത്യാഗ് ദിഖായാ ഗയാ ഹേ. ഈ കവിതയില് കർഷകന്റെ കഠിനാധ്വാനത്തിനെ പറ്റിയും ത്യാഗത്തിനെ പറ്റിയും ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്. തബ് കർ, ഗൽ കർ, മർ കർ ജൈസെ ശബ്ദ കവിതാക്കോ സുന്ദർ ബനാത്താ ഹേ. ഇത് നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. ഇങ്ങനത്തെ വാക്കുകളൊക്കെ കവിതയെ നന്നായിട്ട് ഭംഗിയാക്കുന്നുണ്ട്. മുജേ യേ കവിത അച്ചി ലഗി. അപ്പൊ കവിതയെ പറ്റിയും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു 2 ലൈനും പറഞ്ഞു. അപ്പൊ ഇനി ഈ കവിതയില് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തേ. കവി കാ പരിചയ ഹേ. സോറി, നമ്മൾ ഇതിന്റെ അകത്ത് ഇത് എഴുതിയ ആള് ആരാ എന്ന് എഴുതിയിട്ടില്ല. അപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഈ കവിതയുടെ കവി, ആ ഒരു ആളുടെ പേര് എഴുതിയിട്ട് അദ്ദേഹമാണ് എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് കവി കാ പരിചയ ഹേ എന്ന് പറയാം. അപ്പൊ നമ്മളതിൽ ഇല്ല, നിങ്ങൾക്ക് അത് എഴുതി ചേർക്കാം. കവിത കാ പരിചയ ഹേ ഉണ്ട്. കവിത കാ ആശയ ഹേ, കവിതയുടെ അർത്ഥം, അതിന്റെ ആശയം നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ. കവിതാക്കി വിശേഷതാओं का उल्लेख है. അതിന്റെ ഒരു വിശേഷതയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്ന മത് ലിഖാ ഹേ, നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഒരു 2 ലൈനും എഴുതിയിട്ടുണ്ട്. कृषक दिवस पर आपके विद्यालय में जद्दा निकाला जा रहा है. प्लकार्ड के लिए संदेश वाक्य लिखे. അപ്പൊ കർഷക ദിവസത്തില് നിങ്ങളൊരു റാലിയൊക്കെ പോകുന്ന സമയത്ത് അതിനു വേണ്ടി പ്ലക്കാർഡുകൾ വേണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു പ്ലക്കാർഡ് ഉണ്ട്, ജീതാ രഹേ കിസാൻ. ഇതുപോലെയുള്ള പ്ലക്കാർഡുകൾ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതുക. നെറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയ് ജവാൻ ജയ് കിസാൻ, ഇത് വളരെ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു വരിയാണ്. അന്നദാത കിസാൻ ഹമാര അഭിമാൻ എന്നൊക്കെ കാണാൻ പറ്റും. ഇതല്ലാതെ പുതിയ പുതിയ വരികൾ കണ്ടുപിടിച്ച് പ്ലക്കാർഡിൽ എഴുതുക. सफलता के लिए परिश्रम की आवश्यकता है. निम्नलिखित बिंदुओं पर
ചർച്ച കരെ और लेख लिखे. അപ്പോ ഇവിടെ ജീവൻമേ സഫലത പ്രാപ്ത് കർണ, നമ്മുടെ ജീവിതത്തിൽ ആരുടെ ജീവിതമായാലും അതിലൊക്കെ ഒരു സഫലത, ഒരു അംബീഷൻ അല്ലെങ്കിൽ ഒരു നല്ല കാര്യം ചെയ്യുന്ന ഒരു പൂർണ്ണതയിൽ എത്തണം. അപ്പോ അങ്ങനത്തെ സഫലത ഉണ്ടാവണം. അതുപോലെ ഹാർ തഖാൻ ക സാമന കർണ, ജീവിതത്തിൽ എപ്പോഴും തോൽവികൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. അതിനെയൊക്കെ തോൽപ്പിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. സംഘർഷ ഭരേ ജീവിതമേ ആകെ ബഡ്തേ ജാന, നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുഃഖവും എന്ത് സംഘർഷവും വന്നാലും അതിനെയൊക്കെ തോൽപ്പിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. പരിശ്രം ക മഹത്വ പഹചാന, പരിശ്രമം ചെയ്യുന്നതിന്റെ, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം. അതുപോലെ സമാജ് और देश के विकास में परिश्रम का योगदान, ഈ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഒരു സൊസൈറ്റിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ഉയർച്ചയ്ക്ക് ഓരോ ആളുകളും പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകത, ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലേഖനം തയ്യാറാക്കണം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. നമ്മളിവിടെ ചെയ്യുന്നില്ല, കാരണം അതിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ആവശ്യമാണ്. അപ്പൊ സ്വന്തമായിട്ട് ആലോചിച്ച് ഒരു ലേഖനം തയ്യാറാക്കുക. നിങ്ങൾക്ക് മലയാളത്തിലേ ഇപ്പൊ അറിയുള്ളൂ എന്ന് വെച്ചാലും സിമ്പിൾ ആയിട്ട് മലയാളത്തിൽ തയ്യാറാക്കി അത് ഹിന്ദിയിലേക്ക് മാറ്റി എഴുതി പഠിക്കുക. അതിനുശേഷം ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ എഴുതിയ ആ ഒരു ലേഖനത്തിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ചാപ്റ്ററിന്റെ എൻഡിൽ ചാപ്റ്ററിലെ വാക്കുകളുടെ അർത്ഥമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാം. അതുപോലെ ഈ ഒരു കവിതയുടെ ഓഥർ ആയിട്ടുള്ള കവിയുടെ കേദാർനാഥ് അഗ്രവാളിന്റെ പറ്റി ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. അതും വായിച്ചു നോക്കുക. അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. ഈ വീഡിയോ നമ്മൾ ഇവിടെ എൻഡ് ചെയ്യാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.